സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ദളിത് ഗോത്രവർഗ വിദ്യാർത്ഥികൾ എന്നെ സമീപിക്കുകയുണ്ടായി. അവരെന്നോട് പറഞ്ഞ ആവശ്യം ഇതാണ്: സാറേ, ഞങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞങ്ങൾ ആണ് ആദ്യമായിട്ടൊക്കെ PG പഠിക്കാൻ വരുന്നത്. പക്ഷേ സർക്കാർ കഴിഞ്ഞ 2.5 വർഷമായി ഞങ്ങളുടെ ഗ്രാൻഡ് തടഞ്ഞിരിക്കുകയാണ്, എഡ്യൂക്കേഷണൽ ഗ്രാൻഡ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഹോസ്റ്റലിലും മെസ്സിലുമെല്ലാം അപഹാസ്യരാക്കപ്പെടുകയാണ്. ഇത് വളരെ ദുഃഖത്തോടെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം എനിക്ക് പറയാൻ പറ്റിയ വേദിയിൽ ഞാൻ പറയാം. പ്രിയമുള്ളവരെ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം സംവരണം അർഹിക്കുന്നുവോ? മറ്റ് വിഭാഗങ്ങളെ കുറിച്ചൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ ഉൾപ്പെടുകയും രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഒരു കാരണവശാലും കയറി വരാൻ പറ്റാത്തൊരു വിഭാഗമാണ് ഗോത്രവർഗക്കാർ. അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഭരണഘടനാ ശില്പികൾ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ പിതാമഹന്മാർ അവരോട് ചെയ്ത തിന്മയ്ക്ക് പരിഹാരം ചെയ്യേണ്ടത് നമ്മളാണ്. അതുകൊണ്ടാണ് അവർക്ക് സംവരണം നൽകണം, അവർക്ക് സാമ്പത്തികമായ സഹായം നൽകി അവരെ മുഖ്യധാര ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തണം എന്ന് ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ അവർക്ക് ഗ്രാൻഡ്, എഡ്യൂക്കേഷൻ ഗ്രാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ ചിലരെ അവർ ദുരുപയോഗിക്കുന്നുണ്ടാകാം. പക്ഷെ അതുപയോഗിച്ച് വളർന്നു വന്ന അനേകം ഗോത്രവർഗ അധസ്ഥിത വിഭാഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളിൽ നിന്ന്, അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഈ വിഭാഗത്തിന് വേണ്ടി നിയമസഭയിൽ സ്വരമുയർത്തണം. അടിയന്തരമായിട്ട് അവർക്ക് ഗ്രാൻഡ് കൊടുക്കാനും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റാനും പരിശ്രമിക്കണം എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കൂടാതെ ഈ സമൂഹത്തിൽ മറ്റൊരു അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഗോത്രവർഗ ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു വ്യക്തി, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരിക്കുന്ന ഒരുവൻ ക്രിസ്ത്യാനിയായി മതപരിവർത്തനം ചെയ്താൽ അവൻ്റെ ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ് ഇല്ലാതാകുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള നിയമം. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരിക്കുന്ന ഒരുവൻ്റെ സാമൂഹിക അവശത ക്രിസ്ത്യാനിയായി മാറുന്ന ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോകും എന്ന് ഇന്ത്യ ഗവൺമെൻറ് നിർവചിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങൾ സന്തോഷമാണ്. അപ്പം നിങ്ങൾ ഇന്ത്യയിലുള്ള ആൾക്കാരോട് പറഞ്ഞാൽ മതി, ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് ക്രിസ്ത്യാനിയായി മാറിയാൽ നിങ്ങളുടെ എല്ലാ സാമൂഹിക അവശതയും മാറും, നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്തോളാം. പക്ഷേ അത് ശരിയായ ഒരു നിലപാടല്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ഗവൺമെൻറ് അങ്ങനെ ചെയ്യാത്തത്. എന്നാൽ സർക്കാർ അവരുടെ ആ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള അവരുടെ സാമൂഹിക അവശതയെ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പരിഗണിക്കാതിരിക്കുന്നത് തെറ്റാണ്. അടുത്തയിടെ കഴിഞ്ഞ ജൂലൈ മാസത്തിൻ്റെ അവസാനത്തിലെ കമ്മീഷൻ റിപ്പോർട്ട് എടുക്കാമെന്നു. ഈ പരിവർത്തിത ഷെഡ്യൂൾഡ് കാസ്റ്റ് ക്രിസ്ത്യാനികൾക്ക് സംവരണം നൽകുന്നത് ശരിയാണോ തെറ്റാണോ? പ്രിയമുള്ളവരെ, കുറേ പേര് അവർക്ക് സംവരണം കൊടുക്കരുത് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ സുഹൃത്തും KRLCCയുടെ പ്രസിഡന്റുമായ ജൂഡ് ജോസഫ്, അദ്ദേഹം ഈ കമ്മീഷന്റെ മുമ്പാകെ പറഞ്ഞു, ഇത് അനീതിയാണ്. അപ്പം പ്രിയമുള്ളവരെ, ഇപ്പോഴുള്ള ദളിത് വിഭാഗത്തിലുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെ ഒരു വിഭാഗം മതപരിവർത്തനം ചെയ്താൽ അവരുടെ അവകാശം ഇല്ലാതാകുന്നു. ഇതൊരു ഇൻറ്റിമിഡേഷനാണ്. മതം നിർബന്ധിച്ച് ക്രിസ്ത്യാനികളെ വീണ്ടും മാറ്റാനുള്ള ഒരു സമ്മർദ്ദതന്ത്രമാണ് ഇതിലൂടെ പ്രവർത്തിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, പ്രിയമുള്ളവരെ, നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതലായി ഇപ്പോഴുള്ള ഗോത്രവർഗ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ ഗ്രാൻഡ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പരിശ്രമം നടത്തൂ. അവരുടെ ആത്മാഭിമാനം തിരിച്ചെടുക്കൂ. പല ഹോസ്റ്റലുകളിലും പല മെസ്സിലും അവർ ഒറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി സർക്കാരിനെയും പ്രതിപക്ഷത്തെ അംഗങ്ങളെയും കേരളത്തിൽ സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്ന ജനപ്രതിനിധികളെയും ഓർമ്മിപ്പിക്കുകയാണ്, ഇവരുടെ ഗ്രാൻഡ് നിഷേധിക്കുന്നത് അനീതിയാണ്. ദളിത് ക്രൈസ്തവരുടെ സംവരണം
നിഷേധിക്കുന്നത് അനീതിയാണ്. ഇതിനെ നിങ്ങൾ സർവാത്മന പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.